ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിലെ 5ാമത്തെ യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേരാണ് ഉണർന്നുയരാം. ഓക്കെ, ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. അവസാനത്തെ ടേമിൽ 3 പാഠങ്ങളാണ്. പാഠം 1 ചെമ്പകപ്പൂവാണ്, രണ്ടാമത്തെ പാഠം ആദ്യ പാഠങ്ങൾ, മൂന്നാമത്തെ പാഠം ഗോട്ടി. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ഓക്കെ, ഉണർന്നുയരാം എന്ന പാഠഭാഗത്തിലെ യൂണിറ്റിന്റെ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഈ ചിത്രത്തിൽ കുട്ടികൾ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റിന് പ്രധാന ആശയം എന്ന് പറയുന്നത് കുട്ടികളുടെ കുട്ടിക്കാലമാണല്ലേ. ഒരുപാട് കളികളുള്ള കാലമാണ് കുട്ടിക്കാലം. പന്ത് കളി, ഗോട്ടിക്കളി, ഊഞ്ഞാലാട്ടം തുടങ്ങിയ പല കളികളും പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. അപ്പം കുട്ടികൾ കളിച്ചാലേ അവരുടെ ശാരീരികമായ മാനസികമായ വളർച്ച ഉണ്ടാകും എന്നതാണ് ഈ യൂണിറ്റിൻ്റെ പ്രധാന ആശയം. ഈ ചിത്രത്തിൽ കുട്ടികൾ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതാണ് കാണുന്നത്. ചിലർ കൂട്ടമായി കളിക്കുന്നു, ചിലർ പന്ത് കളിയിലാണ്, മറ്റൊരാൾ പ്രകൃതിയോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം കുട്ടികളുടെ ഉണർവും ഊർജ്ജസ്വലതയും വ്യക്തമാക്കുന്നു. ഉണർന്നുയരം എന്ന യൂണിറ്റിന്റെ പ്രധാന സന്ദേശം എന്താണ്? മനുഷ്യൻ തൻ്റെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഉയരത്തിലെത്താൻ കഴിയുക എന്നുള്ളതാണ്. കളികളും വിനോദങ്ങളും കുട്ടികളുടെ ശരീര ശക്തി മാത്രമല്ല, ആത്മവിശ്വാസവും സാമൂഹിക ബോധവും വളർത്തുന്നു. കൂട്ടായ്മയിൽ കളിക്കുന്ന കുട്ടികൾ സഹകരണവും സൗഹൃദവും പഠിക്കുന്നു. ഇപ്പം കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ വെറും കളി മാത്രമല്ല, ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. കൂട്ടായ്മയിൽ കളിക്കുന്ന കുട്ടികൾ സഹകരണവും സൗഹൃദവും പഠിക്കുന്നു. പ്രകൃതിയോടൊപ്പം ഇടപഴകുന്ന കുട്ടി സൗന്ദര്യബോധവും സ്നേഹവും വളർത്തുന്നു. ഇങ്ങനെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ച ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരു കുട്ടി സമ്പൂർണ്ണ വ്യക്തിയായി ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഉണർന്നുയരാം എന്ന യൂണിറ്റിന്റെ ആശയം മനോഹരമായി അവതരിപ്പിക്കുന്നു. ഉണരുന്ന മനസ്സുകൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയൂ എന്ന ഒരു സന്ദേശമാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം, നമുക്ക് പ്രവേശക പ്രവർത്തനം നോക്കാം. പ്രവേശക പ്രവർത്തനത്തിന് നിങ്ങൾ കണ്ടല്ലോ, ഒരു ചിത്രമാണല്ലേ. എന്താണ് ഇതിലെന്താ പറയുന്നത്? പുലാക്കാട്ട് രവീന്ദ്രൻ്റെ ഓണത്തുമ്പി എന്ന കവിതയിലെ വരികളാണ് പ്രവേശക പ്രവർത്തനമായി നൽകിയിട്ടുള്ളത്. അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? എത്തിപ്പിടിക്കുവാൻ ചിന്നക്കൈ നീട്ടുന്നു ചുറ്റിലും ശൈശവ ഭാവനകൾ. അപ്പം ശൈശവം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാല്യകാലം, കുട്ടിക്കാലം അല്ലേ. കുട്ടിക്കാലത്തെ പല ഭാവനകളും ചുറ്റിനുമുള്ളതെല്ലാം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കവി അഭിപ്രായപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് 3 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം എന്താണ്? ചിന്നക്കൈ നീട്ടുന്നത് ആരാണ്? ഇവിടെ നമ്മളൊരു ചെറിയ കുട്ടിയെയാണല്ലേ കാണുന്നത്. ഒരു ചെറിയ കുട്ടിയാണ് ചിന്നക്കൈ നീട്ടുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം, എന്തിനെ എത്തിപ്പിടിക്കാനാണ് ചിന്നക്കൈ നീട്ടുന്നത്? എന്തിനെ എത്തിപ്പിടിക്കാനാണ് നടക്കുന്നത്? അവിടെ നമ്മൾ കുറേ പൂമ്പാറ്റകളെയും ബലൂണുകളെയും പട്ടങ്ങളെയും ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ എന്താണ് എന്തിൻ്റെ പ്രതീകമാണ്? ആ കുട്ടി സ്വപ്നങ്ങളെയും സന്തോഷത്തെയും നല്ല നാളെയും എത്തിപ്പിടിക്കാനാണ് കൈ നീട്ടുന്നത്. മൂന്നാമത്തെ ചോദ്യം, കുട്ടിയുടെ എന്ത് പ്രത്യേകതയാണ് ഈ വരികളിലും ചിത്രത്തിലും ആവിഷ്കരിച്ചിട്ടുള്ളത്? അപ്പോൾ കുട്ടികളുടെ സ്വപ്നം കാണുന്ന മനസ്സ്, അതാണ് പട്ടം, പൂമ്പാറ്റ, ഇതുകൊണ്ടൊക്കെ ബലൂണ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന എന്താണ്? സ്വപ്നം കാണുന്ന മനസ്സ്. പിന്നെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും, ധൈര്യവും മുന്നോട്ട് പോകുന്ന മനോഭാവവും, ലോകം കീഴടക്കാൻ തയ്യാറുള്ള ആത്മവിശ്വാസവും എന്നിവയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഇതിലെ ആദ്യത്തെ പാഠഭാഗമായ ചെമ്പകപ്പൂവ് നോക്കാം. ചെമ്പകപ്പൂവ് എന്ന കവിത എഴുതിയിരിക്കുന്നത് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിറ എന്ന കവിത. അത് മലയാളത്തിൽ KV സുരേഷ് പരിഭാഷപ്പെടുത്തിയതാണ്. ഇത് ഒറിജിനലി മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു കവിതയാണ്. ഇതിൻ്റെ പ്രധാന പ്രതിപാദ്യം അല്ലെങ്കിൽ പ്രധാന ആശയം എന്ന് പറയുന്നത് എന്താണ്? ചെമ്പകപ്പൂവായി ഒരു കുട്ടി സ്വമേധയാ മാറുകയാണ്. കുട്ടി സങ്കല്പിക്കുകയാണ് താൻ ചെമ്പകപ്പൂവായിട്ട് മാറുകയാണെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്ന ആ കുട്ടിത്തം, അതാണ് ഈ കവിതയിൽ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നത്. കളികൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മുതിർന്നവരും നിങ്ങളും കൂടി ഒളിച്ചു കളിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്കൊരു ഒളിച്ചു കളിയെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇവിടെ കുട്ടി എന്താണ്? അമ്മയെ ഒളിച്ചു കളിക്കുകയാണ്. അമ്മ കാണാതെ ഒരു പൂവായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നെറുകയുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തല കുലുക്കയും തളിരിലകൾക്കു മീതെ തുള്ളിച്ചാടി.
അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നെറുകയുള്ള കൊമ്പിൽ ഞാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടി സ്വയം ചെമ്പക മരത്തിൻ്റെ മുകളിലെ കൊമ്പിൽ ഉള്ളതായി സങ്കല്പിക്കണം. കുട്ടി സ്വയം ഒരു ചെമ്പക മരത്തിലെ പൂവായി മാറുകയാണ്. അപ്പോൾ കുട്ടി സ്വയം എന്തായി മാറുകയാണ്? ചെമ്പക പൂവായി മാറുകയാണ്. പിന്നെ അടുത്ത സെൻറ്റൻസ് എന്താണ്? ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ്. അതായത് സന്തോഷത്തിന് വെറുതെ ഒരു രസം. കുട്ടി തന്നെ ഒരു പൂവായി മാറുന്ന സങ്കല്പമാണ്. അടുത്തത് ഇളം കാറ്റിനൊപ്പം തല കുലുക്കയും തളിരിലകൾക്കു മീതെ തുള്ളിച്ചാടി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാറ്റിൽ ആടിക്കളിക്കുന്ന പൂവായി കുട്ടി സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയാണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. നൃത്തം വെക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുമോ? നൃത്തം വെക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുമോ? അമ്മ വിളിക്കും, എൻ്റെ കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി പതുങ്ങുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കിക്കാണും. കുളി കഴിഞ്ഞ് ഈറം മുടിയിഴകൾ ചുമലിലേക്ക് വിതുർത്തിയിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കിയാലോ. നൃത്തം വെക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുമോ? അതിന്റെ അർത്ഥം എന്താണ്? കുട്ടി പൂവായി മാറിയിട്ടും അമ്മയ്ക്ക് തന്നെ തിരിച്ചറിയാനാകുമോ എന്നൊരു കൗതുകം. കുട്ടി പൂവായി മാറി, ചെമ്പകപ്പൂവായി മാറി, പക്ഷെ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്നുള്ള കൗതുകവും അതേപോലെ സ്നേഹത്തോടെയുള്ള ഒരു ആഗ്രഹവും ഉണ്ട്. പിന്നെന്താണ്? അമ്മ വിളിക്കും, എൻ്റെ കുട്ടി നീ എവിടെയാണ്? അപ്പൊ അമ്മ വിളിക്കുകയല്ലോ കുട്ടീനെ കാണാതായാലേ. അപ്പൊ അമ്മയുടെ സ്നേഹപൂർണമായ വിളിയും അത് കേട്ട് കുട്ടി കൂടുതൽ ഒളിക്കുകയാണ്. ഒന്നുകൂടി അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലൂടെ ഒന്നുകൂടി പതുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ അമ്മ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒന്നുകൂടി ഒളിച്ചിരിക്കും. എൻ്റെ ഇതുകൾ പയ്യെ വിരുത്തി അതിൽ നിന്ന് കുട്ടി പൂവായി മാറി അമ്മയെ കൗതുകത്തോടെ നോക്കി കാണുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത കുളി കഴിഞ്ഞ് ഏറും മുടിയിഴകൾ ചുമലിലേക്ക് വിതുർത്തിയിട്ട് ഈ ചെമ്പകത്തണിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിൻ്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും, അത് എന്നിൽ നിന്നാണ് വരുന്നതെന്നറിയാതെ. അപ്പം കുളി കഴിഞ്ഞ് അമ്മ എന്താ ചെയ്യുക? പ്രാർത്ഥനാലയത്തിലേക്ക് പോകും. അപ്പോഴെന്താണ്? ഒരു പുതുപൂവിൻ്റെ മണം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അത് കുട്ടിയുടേതാണെന്ന് അമ്മ തിരിച്ചറിയുന്നില്ല. ഓക്കെ. ഉച്ചയൂണ് കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ശിരസിലും മടിയിലും ഈ വൻമരത്തിൻ്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ, ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു നീൾ അമ്മ അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലൂടെ കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പം എന്താണ്? ഉച്ചയൂണ് കഴിഞ്ഞ് അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ എന്താ ചെയ്യുക? കുട്ടി തൻ്റെ കുഞ്ഞു നിഴൽ അമ്മ വായിക്കുന്ന പുസ്തകത്തിലേക്ക് വീഴ്ത്തും. അപ്പം അമ്മയ്ക്ക് ആ നിഴൽ തൻ്റെ കുട്ടിയുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന കുട്ടിയുടെ ഒരു കൗതുകമാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ. കുട്ടി തൻ്റെ കുഞ്ഞു നിഴൽ അമ്മ വായിക്കുന്ന പുസ്തകങ്ങളിലേക്ക് വീഴ്ത്തുന്നത് എന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് ആ നിഴൽ തൻ്റെ കുഞ്ഞിൻ്റേതാണെന്ന് തിരിച്ചറിയുമോ എന്ന് കുട്ടി ചിന്തിക്കുകയാണ്. കൊളുത്തി പിടിച്ച കൈവിളയ്ക്കുമായി സദ്യക്ക് അമ്മ പശുത്തൊയിലത്തേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് നെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. അപ്പോഴും ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുക, വികൃതി നീ ഇതുവരെ എവിടെയായിരുന്നു? അയ്യോ, അത് മാത്രം പറഞ്ഞുകൂടാ അമ്മ. ഓക്കെ. അപ്പോൾ കൊളുത്തി പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ എങ്ങോട്ടാണ് പോകുന്നത്? പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ. അപ്പം സന്ധ്യാവേളയിൽ അമ്മയുടെ ഒരു ദിനചര്യയാണ് കുട്ടി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പെട്ടെന്ന് നെട്ടറ്റ് മണ്ണിൽ പതുക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടി പൂവായിരുന്നു എന്നുള്ള ആ സങ്കല്പം, സ്വപ്നലോകം ഒക്കെ വിട്ട് വീണ്ടും എന്താണ്? അമ്മയുടെ കുഞ്ഞായി മാറുകയാണ്. ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ്? അമ്മയോടുള്ള സ്നേഹവും അവളുടെ സാന്നിധ്യം തേടുന്ന കുട്ടിയുടെ ആഗ്രഹവുമാണ്. അപ്പോഴും ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ അമ്മ കുട്ടി ബന്ധത്തിലെ ലളിതവും സ്വാഭാവികവുമായ ഒരു സംഭാഷണമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് വായിക്കാൻ പറയാം, എഴുതാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കുറച്ച് ചോദ്യമുണ്ട്. കൂടുതലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിൽ കഥാപാത്ര നിരൂപണവും അഭിപ്രായക്കുറിപ്പൊക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ.
അപ്പൊ ചെമ്പകപ്പൂവ് എന്ന കവിതയെ കവി സ്വയം ഒരു പൂവായി സങ്കല്പിക്കുന്നു. ഇളം കാറ്റിനൊപ്പം ആടിയും തളിരിലകളുടെ മേൽ തുള്ളിച്ചാടിയും കളിക്കുന്നതിലൂടെ കുട്ടിയുടെ നിഷ്കളങ്കതയും സന്തോഷവും അദ്ദേഹം വരച്ചു കാട്ടുന്നു. പ്രകൃതിയോടൊപ്പം കളിക്കുന്ന കുട്ടികളുടെ മനസ്സാണ് ഈ വരികളിലൂടെ പ്രകടമാകുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ്: ചെമ്പക കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എങ്ങനെയെല്ലാം? കുട്ടി സ്വയം ഒരു പൂവായി സങ്കല്പിച്ച് അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല വഴികളും ശ്രമിക്കുന്നു. ഇളം കാറ്റിനൊപ്പം ആടിക്കളിച്ച് പുതുപൂവിന്റെ മണം പടർത്തി അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ തൻ്റെ കുഞ്ഞു നിഴൽ പുസ്തകത്തിലെ വരികളിലേക്ക് വീഴ്ത്തി. ഇങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും അസാധാരണമായി എന്തോ ഉണ്ട് എന്ന് തോന്നിക്കാനാണ് കുട്ടിയുടെ ശ്രമം. ഇതിലൂടെ കുട്ടിയുടെ സ്നേഹവും കുസൃതിയും ഒരുമിച്ച് പ്രകടമാകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എൻ്റെ കുട്ടി, നീ എവിടെയാണ് എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാം? അമ്മ കുട്ടിയെ അന്വേഷിച്ചു വിളിക്കുമ്പോൾ കുട്ടി ഇലകൾക്കിടയിലൂടെ കൂടുതൽ ഒളിക്കുന്നു. അവൾ പൂവായി തന്നെ തുടരുകയും ഒളിച്ചുകളിയുടെ രസം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇത് കുട്ടിയുടെ കളി മനസ്സും നിഷ്കളങ്കതയും വ്യക്തമാക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴായിരിക്കും? ചെമ്പകത്തണലിലൂടെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ആണ് പുതുപൂവിൻ്റെ മണം അനുഭവപ്പെടുന്നത്. പക്ഷെ അത് സ്വന്തം കുട്ടിയിൽ നിന്നാണ് വരുന്നത് എന്ന സത്യം അമ്മ തിരിച്ചറിയുന്നില്ല. ഇത് കുട്ടിയുടെ ഒളിച്ചുകളിയുടെ സുന്ദരമായ നിമിഷം കൂടിയാണ്. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം: അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക? ഓക്കെ, ഉച്ചയ്ക്ക് അമ്മ ജനൽപ്പടിയിലിരുന്ന് പുസ്തകം വായിക്കുമ്പോൾ കുട്ടി തൻ്റെ കുഞ്ഞു നിഴൽ അമ്മ വായിക്കുന്ന വരികളിലേക്ക് കൃത്യമായി വീഴ്ത്താൻ ശ്രമിക്കുന്നു. അമ്മ അത് തൻ്റെ കുട്ടിയുടേതാണെന്ന് തിരിച്ചറിയുമോ എന്നതാണ് കുട്ടിയുടെ ആഗ്രഹം. ഇത് കുട്ടിയുടെ അമ്മയോടുള്ള സ്നേഹവും ശ്രദ്ധ നേടാനുള്ള ആഗ്രഹവും കാണിക്കുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം: പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് കുട്ടി പറയുന്നത് എന്ത്? സന്ധ്യയ്ക്ക് അമ്മ കൈവിളക്കുമായി പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ കുട്ടി പൂവായിരുന്ന അവസ്ഥ വിട്ട് മണ്ണിൽ ഇറങ്ങി അമ്മയുടെ പഴയ കുട്ടിയായി മാറി. ഒരു കഥ കേൾക്കാൻ വാശി പിടിക്കും എന്ന് കുട്ടിയോട് പറയുന്നു. ഇതിലൂടെ അമ്മയും കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഇനി ആറാമത്തെ ചോദ്യം: അയ്യോ, അത് മാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് കുട്ടി പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? കുട്ടി കണ്ട സ്വപ്നത്തെ കുറിച്ചായിരിക്കും. ഇനി നമുക്ക് ചെമ്പകപ്പൂവ് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. ചെമ്പകപ്പൂവ് എന്ന കൃതി കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സും അമ്മയോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള അടുപ്പവും അതിമനോഹരമായി അവതരിപ്പിക്കുന്നതാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതാണ് ഈ രചന. KV സുരേഷ് മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിൻ്റെ സൗന്ദര്യം ഇരട്ടിയായി മാറിയിരിക്കുന്നു. ഈ കഥയിൽ ഒരു കുട്ടി സ്വയം ഒരു ചെമ്പകപ്പൂവായി മാറിയതായി സങ്കല്പിച്ച് അമ്മയോട് ഒളിച്ചു കളിക്കുന്നതാണ് പ്രധാന ആശയം. കുട്ടിയുടെ ഈ സങ്കല്പം വളരെ സുന്ദരവും ഹൃദയസ്പർശിയുമാണ്. സാധാരണ ജീവിതത്തിലെ ഒരു ചെറിയ കളിയെ എഴുത്തുകാരൻ ഇത്ര മനോഹരമായ ഒരു കാവ്യാനുഭവമാക്കി മാറ്റിയത് ഏറെ ആസ്വാദ്യകരമാണ്. കുട്ടി പൂവായി മാറി ഇളം കാറ്റിനോടൊപ്പം ആടിക്കളിക്കുന്നതും പുതുപൂവിൻ്റെ മണം പടർത്തുന്നതും അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ തൻ്റെ കുഞ്ഞു നിഴൽ വരികളിലേക്ക് വീഴ്ത്തുന്നതുമെല്ലാം കുട്ടിയുടെ സ്നേഹവും കുസൃതിയും ഒരുപോലെ കാണിക്കുന്നു. അമ്മയ്ക്ക് സമീപത്ത് തന്നെ ഉണ്ടായിട്ടും അവൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കുട്ടിയുടെ ഒളിച്ചുകളിയുടെ രസവും അവരുടെ നിഷ്കളങ്കതയും തെളിയിക്കുന്നു. ഈ കൃതിയിലെ ഏറ്റവും മനോഹരമായ ഭാഗം സന്ധ്യയ്ക്ക് അമ്മ കൈവിളക്കുമായി പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ കുട്ടി വീണ്ടും പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാൻ വാശി പിടിക്കുന്ന രംഗമാണ്. ഇത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഭാഷ വളരെ ലളിതവും മൃദുവുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിൽ എഴുത്തുകാരൻ ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യവും കുടുംബത്തിൻ്റെ ഊഷ്മളതയും ഈ കഥയിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. വരയ്ക്കാം, നിറം കൊടുക്കുക. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. കവിതയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളെ ചിത്രങ്ങളാക്കുക. ചിത്രത്തിനിടയിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികളും എഴുതണം. ഇനി അടുത്തത് ചെമ്പകപ്പൂവായി മാറിയ കുട്ടി. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെ ഈ കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അത് അറിയിക്കാനായി കുട്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതുക. ഓക്കെ, പൂവായി മാറിയ കുട്ടി അഭിപ്രായക്കുറിപ്പ്. പൂവ് എന്ന കവിതയിൽ കുട്ടി സ്വയം ഒരു പൂവായി മാറിയതായി സങ്കല്പിക്കുന്നത് വളരെ മനോഹരമായ ആശയമാണ്. ഈ സങ്കല്പത്തിലൂടെ കുട്ടിയുടെ നിഷ്കളങ്കതയും കളിമനസ്സും കവി ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കുട്ടി പൂവായി മാറി കാറ്റിൽ ആടിക്കളിക്കുന്നതും ഇലകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതും എല്ലാം കുട്ടികളുടെ സ്വാഭാവികമായ സന്തോഷവും കുസൃതിയും കാണിക്കുന്നു. ഈ കവിതയിൽ ഏറ്റവും ശ്രദ്ധേയമായത് കുട്ടിക്ക് അമ്മയോടുള്ള ആഴമുള്ള സ്നേഹമാണ്. അമ്മയുടെ അടുത്തു തന്നെ ഉണ്ടായിട്ടും അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തത് കുട്ടിക്ക് വിഷമമില്ല. മറിച്ച് അതിൽ ഒരു ഒളിച്ചുകളിയുടെ രസം അവൾ കണ്ടെത്തുന്നു. പുതുപൂവിന്റെ മണം അമ്മ ശ്രദ്ധിക്കണമെന്ന ആഗ്രഹം, അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ തന്റെ കുഞ്ഞുനിഴൽ വരികളിലേക്ക് വീഴ്ത്താനുള്ള ശ്രമം, ഇവയെല്ലാം അമ്മയുടെ ശ്രദ്ധയും സ്നേഹവും നേടാനുള്ള കുട്ടിയുടെ നിസാരമെങ്കിലും ഹൃദയസ്പർശിയായ ശ്രമങ്ങളാണ്. സന്ധ്യയ്ക്ക് അമ്മ കൈവിളക്കുമായി തൊഴുത്തിലേക്ക് പോകുമ്പോൾ കുട്ടി വീണ്ടും പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാൻ വാശി പിടിക്കുന്ന ഭാഗം ഏറെ മനോഹരമാണ്. അവിടെ കുട്ടിയുടെ സങ്കല്പ ലോകം അവസാനിപ്പിക്കുകയും യഥാർത്ഥത്തിലെ അമ്മ കുട്ടി ബന്ധം തെളിഞ്ഞു വരികയും ചെയ്യുന്നു. ഇത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഊഷ്മളത നമ്മൾക്ക് അനുഭവിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. കൂടാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂണിറ്റ് ടെസ്റ്റിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ചില ചോദ്യോത്തരങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കതിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, കുട്ടി സ്വയം എന്തായി മാറിയതായി സങ്കല്പിക്കുന്നു. എന്തായി മാറിയതായിട്ടാണ് സങ്കല്പിക്കുന്നത്? ചെമ്പകപ്പൂവായി. അമ്മയ്ക്ക് പുതുപൂവിൻ്റെ മണം തോന്നുന്നത് എപ്പോഴാണ്? അമ്മ കുളിച്ച് ഈറം മുടിയിഴകൾ ചുമലിലിട്ട് ചെമ്പകത്തണിലൂടെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ. അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? തൻ്റെ കുഞ്ഞുനിഴൽ അമ്മ വായിക്കുന്ന വരികളിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുന്നു. സന്ധ്യയ്ക്ക് അമ്മ എവിടേക്കാണ് പോകുന്നത്? പശുത്തൊഴുത്തിലേക്ക്. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. എൻ്റെ കുട്ടി നീ എവിടെയാണ് എന്ന ചോദ്യം കുട്ടിയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വികാരം എന്താണ്? അമ്മയുടെ വിളിയിൽ കുട്ടിക്ക് സ്നേഹവും സന്തോഷവും തോന്നുന്നു. അതേസമയം ഒളിച്ചുകളിയുടെ രസത്തിൽ കൂടുതൽ ഒളിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നു. ഇത് കുട്ടിയുടെ കുസൃതിയും നിഷ്കളങ്കതയും കാണിക്കുന്നു. കവിതയെ കുട്ടിയുടെ കളിമനസ്സ് എങ്ങനെ അവതരിപ്പിക്കുന്നു? കുട്ടി പൂവായി മാറുന്ന സങ്കല്പത്തിലൂടെ കാറ്റിൽ ആടിക്കളിക്കുന്നതും നിഴൽ കളികളും മണവും ഉപയോഗിച്ച് അമ്മയുടെ ശ്രദ്ധ നേടുന്നതുമെല്ലാം കുട്ടികളുടെ സ്വാഭാവികമായ കളിമനസ്സ് തെളിയിക്കുന്നു. ഇനി അടുത്തത്, അമ്മ കുട്ടി ബന്ധം എങ്ങനെ വരച്ചു കാട്ടുന്നു? കുട്ടി അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്നും ശ്രദ്ധയും സ്നേഹവും തേടുന്നു. സന്ധ്യയ്ക്ക് വീണ്ടും പഴയ കുട്ടിയായി മാറി കഥ കേൾക്കാൻ വാശി പിടിക്കുന്ന ഭാഗം അവരുടെ ആത്മബന്ധത്തിന്റെ ഊഷ്മളത വ്യക്തമാക്കുന്നു. ഇനി അടുത്തത് ഒരു അഭിപ്രായ കുറിപ്പ് എഴുതാനാണ്. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ചെമ്പകപ്പൂവായി മാറിയ കുട്ടി എന്ന ആശയം കുട്ടികളുടെ നിഷ്കളങ്കതയും കളിമനസ്സും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കുട്ടി പൂവായി മാറി കാറ്റിൽ ആടിക്കളിക്കുന്നതും പുതുപൂവിൻ്റെ മണം പടർത്തുന്നതും അമ്മയുടെ ശ്രദ്ധ നേടാനുള്ള സ്നേഹപൂർണമായ ശ്രമങ്ങളാണ്. അമ്മയുടെ അടുത്തു തന്നെ ഉണ്ടായിട്ടും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ഒളിച്ചുകളിയുടെ മധുരം കൂട്ടുന്നു. സന്ധ്യയ്ക്ക് വീണ്ടും പഴയ കുട്ടിയായി മാറുന്ന നിമിഷം അമ്മ കുട്ടി ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നു. മൊത്തത്തിൽ ഈ കവിത കുട്ടികളുടെ ലോകം സ്നേഹത്താലും സ്വപ്നങ്ങളാലും നിറഞ്ഞതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് ഒരു കഥാപാത്ര നിരൂപണമാണ്. ചെമ്പകപ്പൂവ് കവിതയിലെ കുട്ടിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ചെമ്പകപ്പൂവ് കവിതയിലെ കുട്ടി നിഷ്കളങ്കതയും സാങ്കല്പിക ശക്തിയും നിറഞ്ഞ കഥാപാത്രമാണ്.
പൂവായി മാറുന്ന ചിന്ത കുട്ടിയുടെ കൽപ്പനാലോകം വ്യക്തമാക്കുന്നു. അമ്മയുടെ ശ്രദ്ധ നേടാൻ മണം പടർത്തുന്നതും നിഴൽക്കളികളും കുട്ടിയുടെ കുസൃതിയും സ്നേഹവും തെളിയിക്കുന്നു. അമ്മയെ വേദനിപ്പിക്കാതെ ഒളിച്ചുകളിയുടെ രസത്തിൽ അവൾക്കൊപ്പം സമയം ചെലവിടാൻ കുട്ടി ശ്രമിക്കുന്നു. സന്ധ്യയ്ക്ക് വീണ്ടും പഴയ കുട്ടിയായി മാറിയ കഥ കേൾക്കാൻ വാശി പിടിക്കുന്നതിലൂടെ അമ്മയോടുള്ള ആഴമുള്ള അടുപ്പം വ്യക്തമാണ്. ഇങ്ങനെ ഈ കഥാപാത്രം കുട്ടികളുടെ സൗമ്യതയെയും സ്നേഹഭാവവും പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേരള പാഠാവലി 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ 5ാമത്തെ യൂണിറ്റായ ഉണർന്നുയരം എന്ന പാഠഭാഗമാണ്. ഇതിലെ ആദ്യത്തെ 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ചെമ്പകപ്പൂവ്. ഇതിലെ പ്രവേശക പ്രവർത്തനം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്പകപ്പൂവിലെ വായിക്കാൻ പറയാം എന്നതിലെ 6 ചോദ്യോത്തരങ്ങളും പിന്നെ ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ അഭിപ്രായക്കുറിപ്പും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു 5-8 ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.